2025 ലോഗോസ് ക്വിസിലെ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗം ന്യായാധിപനും വിധവയും എന്ന ടോപ്പിക്കാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലൂക്ക 18-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 43 വാക്യങ്ങൾ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു പറഞ്ഞ ഉപമ ഏത്? ലൂക്ക 18:1. ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ യേശു ആരോടാണ് പറഞ്ഞത്? ശിഷ്യരോട്. ന്യായാധിപൻ എങ്ങനെയുള്ള ആളായിരുന്നു? ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ആളായിരുന്നു. ലൂക്ക 18:2. വിധവ ന്യായാധിപനോട് അപേക്ഷിച്ചതെന്ത്? എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണം എന്നാണ് വിധവ ന്യായാധിപനോട് അപേക്ഷിച്ചത്. ലൂക്ക 18:3. എന്തുകൊണ്ടാണ് ന്യായാധിപൻ ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും എന്ന് പറഞ്ഞത്? ലൂക്ക 18:5. ഈ വിധവ ശല്യപ്പെടുത്തുന്നതുകൊണ്ട്. നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. ഇങ്ങനെ പറഞ്ഞത് ആര്? കർത്താവ്. ലൂക്ക 18:6. രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന ആർക്കാണ് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ എന്ന് ചോദിക്കുന്നത്? ലൂക്ക 18:7. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? എന്തിന്? തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ എന്ത് കണ്ടെത്തുമോ എന്നാണ് പറയുന്നത്? വിശ്വാസം. അടുത്ത ടോപ്പിക്ക് ഫരിസേയനും ചുങ്കക്കാരനും എന്നതാണ്. ആരോടാണ് യേശു ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ പറഞ്ഞത്? ലൂക്ക 18:9. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട്. ആരൊക്കെയാണ് ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയത്? ഫരിസേയനും ചുങ്കക്കാരനും. ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു, എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ലൂക്ക 18:11. ഇങ്ങനെ പ്രാർത്ഥിച്ചത് ആര്? ഫരിസേയൻ. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുകയും സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുകയും ചെയ്യുന്നു. ആരാണിത് പറഞ്ഞത്? ഫരിസേയൻ. ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചതാര്? ലൂക്ക 18:13. ചുങ്കക്കാരൻ. ആരാണ് കൂടുതൽ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയത്? ലൂക്ക 18:14. ചുങ്കക്കാരൻ. എന്തെന്നാൽ തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. യേശു ഇതാരോട് പറഞ്ഞു? ലൂക്ക 18:14. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട്. ശിശുക്കളെ ആശീർവദിക്കുന്നു. എന്തിനാണ് ശിശുക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്? അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്. ലൂക്ക 18:15. ശിശുക്കളെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ആരാണ് ശകാരിച്ചത്? ശിഷ്യന്മാർ. ശിശുക്കളെ തടഞ്ഞ ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ച് യേശു പറഞ്ഞതെന്ത്? ശിശുക്കൾ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. ലൂക്ക 18:16. ആരെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കണമെന്നാണ് യേശു പറയുന്നത്? ലൂക്ക 18:17. ശിശുവിനെ പോലെ.